കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ഒരു നിശ്ചിത തുക എല്ലാ മാസവും മെയിൻ്റനൻസ് ആയി കൊടുക്കണമെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഭർത്താവ് എല്ലാ മാസവും കൃത്യമായി ഈ സംഖ്യ ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ വേറൊരു ചേട്ടനുമായിട്ട് കല്യാണം കഴിക്കാതെ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഈ ഭർത്താവ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതായത് ഇദ്ദേഹം ലൈഫ് ലോങ് പണിയെടുക്കുന്നു, ഭാര്യയ്ക്ക് കൃത്യമായി എല്ലാ മാസവും പൈസ കൊടുക്കുന്നു. ഈ പൈസ കൊടുത്തിട്ട് ഭാര്യ വേറെ ഒരാളൊപ്പം ലിവിങ് റിലേഷൻഷിപ്പിൽ പോവുകയാണ്. കേൾക്കുമ്പോഴും കാണുമ്പോഴും അത്ര സുഖമുള്ള ഒരു കാര്യമല്ല അല്ലേ? ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ ഭാര്യയുടെ മെയിൻ്റനൻസ് കൊടുക്കുന്നത് ഒഴിവാക്കുവാനായിട്ട് ഭർത്താവിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും പുതിയ കോടതി വിധി അനുസരിച്ച് ഡിവോഴ്സ് ആയതിനു ശേഷം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മെയിൻ്റനൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ വേറെ ഒരു ആളുടെ ഒപ്പം ലിവിങ് റിലേഷൻഷിപ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യം കോടതിയിൽ ഈ പറയുന്ന ഭർത്താവിന് തെളിയിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കുള്ള മെയിൻ്റനൻസ് കൊടുക്കുന്നത് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയാണ്. പല ഭർത്താക്കന്മാരും ഇതേ കാര്യങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഭാര്യ വേറൊരാളുമായി ജീവിക്കുന്നതിൻ്റെ കൃത്യമായ എവിഡൻസ് കോടതിയിൽ ഹാജരാക്കിയ മെയിൻ്റനൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.